Hi guys, welcome to Tasty Tour. നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മളുള്ളത് ജിദ്ദയിലെ ഏറ്റവും നല്ല ഫിഷ് മാർക്കറ്റായ ബലദ് ഫിഷ് മാർക്കറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു സൗദി സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണെന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഫിഷ് വാങ്ങാൻ എത്തിയിട്ടുള്ളത് ജിദ്ദയിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റായ ബലദ് ഫിഷ് മാർക്കറ്റിലുള്ളത്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾ നമുക്ക് കാണുന്നത്. സൂക്ക് സമക്കൽ മർക്കസ് എന്നാണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പേര്. നമുക്ക് ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ആളുകളൊക്കെ ഫിഷ് വാങ്ങാൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് ഫിഷ് വാങ്ങി പോകുന്നുമുണ്ട്. നമ്മളിനി പോകുന്നത് ഫിഷ് മാർക്കറ്റിലെ ഓപ്ഷൻ മാർക്കറ്റിലേക്കാണ്, അതായത് ലേലം വിളിച്ചെടുക്കുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. ഒരുപാട് വെറൈറ്റി ഫിഷസ് കാണാം നമുക്കിവിടെ. ഷൗർ, ഹാമൂർ, നാജിൽ, അങ്ങനെ ഒരുപാട് തരമുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു വലിയൊരു ഫിഷ് തിരഞ്ഞെടുക്കുകയാണ് ഞാൻ. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പരിസരത്ത് നിന്നായി ഒരു കൊച്ചുമിടുക്കന് വളരെ പെട്ടെന്ന് മീനുകളെ പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്പെഷ്യലായിട്ട് ചൂണ്ടലോ ഒന്നുമില്ലാതെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഹമീസാമ എന്ന ആളുടെ കൂടെയാണ്. മൂപ്പരയിൽ ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 3.5 കിലോ വരുന്നൊരു ഫിഷ് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഫിഷ് ക്ലീനിങ് ഏരിയ ആണ്. ഫിഷ് മാർക്കറ്റിനോട് ചേർന്നതിനുള്ളതാണ് ഫിഷ് ക്ലീനിങ് ഏരിയയും. ഇവിടെ നിന്ന് ഫിഷ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊരിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിഷ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫേവറേറ്റ് ഹോട്ടലുണ്ട്, അവിടേക്ക് പോകാം. നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. തലാമിൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടുന്ന് ഫിഷ് ഫ്രൈ ചെയ്തെടുത്താൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് പുറത്ത് മാർക്കറ്റിൽ നിന്ന് ഫിഷ് കൊണ്ടുവന്ന് ഇവിടുന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അതുകൂടാതെ ഇവരുടെ അടുത്ത് തന്നെ ഫിഷ് ഉണ്ട്, അത് വാങ്ങി ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ഫിഷ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് അതിനൊരു ഫ്രൈയിങ് ചാർജ് ഉണ്ട്. അത് വേണ്ടിയിട്ടാണ് ഫിഷ് വെയിറ്റ് നോക്കുന്നത്. ഫിഷ് ആൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ട് ഇനി ഇത് വരിഞ്ഞു കൊടുക്കൽ മാത്രമാണ് ബാക്കിയുള്ളത്. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് മസാല ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമാണ് ഇവരുടേതായ സീക്രട്ട് മസാലപ്പൊടിയാണ് ഇവർ ആഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ടേസ്റ്റ് മല്ലി, വലിയ ജീരകം, ചെറുതായിട്ട് മുളക് പൊടി, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ടേസ്റ്റുകൾ. ഫിഷ് നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഫ്രൈ ചെയ്ത് വരുന്നതിന് വേണ്ടി ഏകദേശം 20-25 മിനിറ്റ് പിടിക്കും. നല്ലൊരു ബിഗ് ഫിഷ് ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. ഈ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഇറച്ചി നല്ല സോഫ്റ്റും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫിഷ് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് അവരുടെ സീക്രട്ട് മസാലപ്പൊടി ഇടുകയാണ്. ഇതാണ് അവരുടെ സീക്രട്ട് മസാല.
അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെപ്പറേറ്റ് റൂമുകളൊക്കെ ഉണ്ട്. 10ാം നമ്പർ റൂമിലാണ് നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ഉണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ മന്തി റൈസ്, സാലഡ്, മുല്ലൂക്കിയ, ഹോട്ട് സോസ് ഒക്കെ റെഡിയാണ് ഇവിടെ. രണ്ട് ടൈപ്പ് സാലഡ് ഉണ്ട് ഇവിടെ. ഒന്ന് മുല്ലൂക്കിയ, അത് നമ്മുടെ ചീര പോലത്തെ ഒരു ലീഫാണത്, അത് വേവിച്ചെടുത്തതാണ്. പിന്നെ അടുത്തത് സാധാ സാലഡ് തന്നെയാണ്, നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന സാധാ സാലഡ്. അതായത് തക്കാളി, ഉള്ളി, കുക്കമ്പർ, തൈരൊക്കെ എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ് ഈ സാലഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. ഫിഷിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫിഷിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫിഷ് ഒരു പീസ് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കഴിച്ച ഫിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിനെസ് ആണ്, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ മുള്ള് വരെ നമുക്ക് പൊടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ഫുഡായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഫുഡുകളുടെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് മുഖേന അറിയിക്കുക. താങ്ക്